ചെയിൻ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ചെയിൻ ബാങ്കിങ് ഈസ് എ ഫോം ഓഫ് ബാങ്ക് വെയർ എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ മെമ്പേഴ്സ് കൺട്രോൾ 2 or more ബാങ്ക്സ്. ഇതാണ് അതിന്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഇൻഡിവിജ്വൽസ്, ഒരു കൂട്ടം പേഴ്സൺസ്, 2 അതിലധികമോ ബാങ്കുകളെ അവര് കൺട്രോൾ ചെയ്യും. ആര് കൺട്രോൾ ചെയ്യും? ഈ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നവർ കൺട്രോൾ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചെയിൻ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ കൺട്രോൾ ചെയ്യുന്ന ആ ബാങ്കുകൾക്ക് എന്താണ്? ദേ ആർ ഓട്ടോണമസ്. അവർ ഓട്ടോണമസ് ആണ്. ദേ ആർ സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ്. അവരെങ്ങനെയാണ്? സെപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ആയിരിക്കും. അതായത് അത് സെപ്പറേറ്റ് രജിസ്റ്റേർഡ് ആയിരിക്കും, രജിസ്ട്രേഷൻ ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പ്രത്യേക നിലനിൽപ്പുള്ളവരാണ് അവർ. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോണമസ് എന്ന് പറഞ്ഞത്. ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ അതാത് ബാങ്കുകൾക്ക് അവരുടെ രീതിക്കനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങളെല്ലാം ചെയ്യാം. ബട്ട് ദ കൺട്രോൾ ആർ വെസ്റ്റഡ് ഇൻ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. കൺട്രോളിങ് ആരുടെ കയ്യിലായിരിക്കും? ആ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും. നമ്മൾ ഈ ചെയിൻ ബാങ്കിങ് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഗ്രൂപ്പ് ബാങ്കിങ്ങും ഉണ്ട്, കറസ്പോണ്ടന്റ് ബാങ്കിങ്ങും ഉണ്ട്. ഇനി നമുക്ക് പഠിക്കാൻ ഈ 3 ബാങ്കിങ്ങും കൂടെ നിങ്ങൾക്ക് തിരിഞ്ഞു പോകും. ഏത് 3 ബാങ്കിങ്ങും കൂടെ ഞാൻ പറഞ്ഞത്? ചെയിൻ ബാങ്കിങ്ങും, അതുപോലെ തന്നെ ഗ്രൂപ്പ് ബാങ്കിങ്ങും, അതുപോലെ തന്നെ കറസ്പോണ്ടന്റ് ബാങ്കിങ്ങും. ഇത് 3ഉം കൂടെ എല്ലാവർക്കും തിരിയുന്നതാണ്. അത് തിരിയാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പ്രത്യേകം ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ചെയിൻ ബാങ്കിങ്ങില് സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് അതർ 2 or more ബാങ്ക്സുകളെ കൺട്രോൾ ചെയ്യുന്നത്. 2 അതിലധികമോ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അതാണ് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. 2 അവര് ഓട്ടോണമസ് ആയിരിക്കും, അവര് സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ആയിരിക്കും. എന്നാൽ ഇവരുടെ മേജർ പാർട്ട് ഓഫ് ഷെയർ ഈസ് ഇൻ ദ ഹാൻഡ് ഓഫ് ദ ആ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഈ പറയുന്ന ബാങ്കുകളുടെ മേജർ പാർട്ട് ഓഫ് ഷെയർസും ആരുടെ കയ്യിലായിരിക്കും? ഈ പറയുന്ന സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും. ഓക്കെ, അപ്പൊ ചെയിൻ ബാങ്കിങ്ങിന്റെ പ്രത്യേകത ക്ലിയർ ആയല്ലോ. ഈ ബാങ്കുകൾ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കാം, അവര് ഓട്ടോണമസ് ആണ്, അവർക്ക് ഈ സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ആണ്, അവർക്ക് അവരുടേതായ ക്യാപിറ്റലും മറ്റു കാര്യങ്ങളും എല്ലാം അവർ കണ്ടെത്തണം. എന്നാൽ കൺട്രോളിങ് മാത്രം ആരുടെ കയ്യിലായിരിക്കും? ഈ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും. ഓക്കെ, ഈ ചെയിൻ ബാങ്കിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ദേ ആർ നോട്ട് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ഹോൾഡിംഗ് കമ്പനി. ആ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ദേ ആർ നോട്ട് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ഹോൾഡിംഗ് കമ്പനി. ഇവരെ എന്തല്ല, ഒരു ഹോൾഡിംഗ് കമ്പനി അല്ല ഇവരെ എന്ത് ചെയ്തിരിക്കുന്നത്? ഓൺ ചെയ്തിരിക്കുകയോ കൺട്രോൾ ചെയ്യുകയോ ചെയ്യുന്നത്. അത് എടുത്തു പറയാനുള്ള കാരണം, നമുക്ക് ഗ്രൂപ്പ് ബാങ്കിങ് പറയുമ്പം അതിനകത്ത് ഹോൾഡിംഗ് കമ്പനിയാണ് വരുന്നത്. എന്നാൽ ചെയിൻ ബാങ്കിങ്ങില് കൺട്രോളിങ് ആരുടെ കയ്യിലാണെന്നാ പറഞ്ഞേ? സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, നോട്ട് എ ഹോൾഡിംഗ് കമ്പനി. എന്തല്ല, ഒരു ഹോൾഡിംഗ് കമ്പനി അല്ല. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, മേജർ പാർട്ട് ഓഫ് ഷെയർ ആരുടെ കയ്യിലായിരിക്കും? ഈ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും. ഇതിന്റെ നേറ്റീവ് പ്ലേസ്, ഈ ചെയിൻ ബാങ്കിങ്ങിന്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ഏതാണ്? USA ആണ്. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഒന്നുകൂടെ ഞാൻ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒരു സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവര് ഈ ബാങ്കുകൾ എന്ന് പറയുന്നത് 2 അതിലധികമോ ബാങ്കുകളെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഓരോ ബാങ്കും ഓട്ടോണമസ് ആണ്, അവർക്ക് സെപ്പറേറ്റ് ക്യാപിറ്റൽ ഉണ്ട്, അവര് സെപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ആണ്. അത് എന്നാൽ കൺട്രോളിങ് മാത്രം ആരുടെ കയ്യിലാണെന്നേ ഉള്ളൂ? ഈ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലാണ്. ഈ ചെയിൻ ബാങ്കിങ് ഈസ് നോട്ട് അണ്ടർ എ ഹോൾഡിംഗ് കമ്പനി. അവരാരുടെ കയ്യിലല്ല, ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിലല്ല ആര് പ്രവർത്തിക്കുന്നത്? ഈ ചെയിൻ ബാങ്കിങ് സിസ്റ്റം വരുന്നത്. ചെയിൻ ബാങ്കിങ്ങിന്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ഏതാണ്? USA ആണ്. ഇതില് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? എടുത്തെടുത്ത് ഞാൻ പറയുകയാണ്. ഏതല്ല? നോട്ട് എ ഹോൾഡിംഗ് കമ്പനി. ഇത് ഏതിനകത്ത് വരും? ഗ്രൂപ്പ് ബാങ്കിങ്ങുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നോട്ട് എ ഹോൾഡിംഗ് കമ്പനി, ഓൺലി എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾഡ് 2 or more ബാങ്ക്സ്. ഇതാണ് ചെയിൻ ബാങ്കിങ്ങിന്റെ പ്രത്യേകത.